രുദ്രന്റെ കണ്ണുകൾ ഗൗരിയിൽ മാത്രമായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് രുദ്രന്റെ ഫ്രണ്ട് രാകേഷ് വന്ന് രുദ്രനോട് ചോദിച്ചതും, രുദ്ര, നിന്റെ അവിടെയുള്ള പെൺകുട്ടിയാരാ? രുദ്രന്റെ കണ്ണുകൾ അപ്പോഴും ഗൗരിയിൽ മാത്രമായിരുന്നു കൊണ്ട് തന്നെ രുദ്രൻ രാകേഷ് ചോദിച്ചത് കേട്ടിരുന്നില്ല. അപ്പോഴാണ് വാതിൽക്കൽ നിന്ന് ആരുടെ ശബ്ദം കേൾക്കുന്നത്. ഏട്ടാ, ഞാൻ വന്നു. ഇവൻ സിദ്ധാർത്ഥ്, രുദ്രന്റെ അമ്മാവന്റെ മകനാണ്. സിദ്ധാർത്ഥ് രുദ്രന്റെ കൂടെ സോഫയിലിരുന്നു. രുദ്രന്റെ കൂടെ അവനും സംസാരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ ഗൗരിയിലായിരുന്നു. ഗൗരി ദേവികയെ ജോലിയിൽ സഹായിക്കുകയായിരുന്നപ്പോൾ സിദ്ധുവും രാകേഷും ഗൗരിയെ നോക്കുന്നത് കണ്ട് രുദ്രന് അവരോട് ദേഷ്യം തോന്നി. സിദ്ധു, രാകേഷ്, നിങ്ങൾ ആരെയാ നോക്കുന്നേ? ഏട്ടാ, ആ പെൺകുട്ടി അതാരെ ഏട്ടാ? സിദ്ധു രുദ്രനോട് ചോദിച്ചെങ്കിലും രുദ്രൻ അവനോടൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ അവർ ദേവിക്ക് വിളിച്ചത്. രുദ്രമോനെ, ഭക്ഷണം റെഡിയായി, വന്ന് ഭക്ഷണം കഴിക്കും. ശരി. രുദ്രനും രാകേഷും സിദ്ധുവും ഡൈനിങ് ഹാളിലേക്ക് വന്നപ്പോൾ ഗൗരി അടുക്കളയിലേക്ക് പോയി. ദേവികയാണ് എല്ലാവർക്കും പ്ലേറ്റുകൾ ഭക്ഷണം വിളമ്പിയത്. ഭക്ഷണം വിളമ്പിയ ശേഷം ദേവിക അടുക്കളയിലേക്ക് നടന്നു. ഒരു പ്ലേറ്റ് ടേബിളിലില്ലായിരുന്നു. രുദ്രൻ ഗൗരിയെ വിളിച്ചു ഒരു പ്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞതും ഗൗരി പ്ലേറ്റുമായി അങ്ങോട്ടേക്ക് വന്നു. എടാ, ഞാൻ ചോദിച്ചില്ലേ ഈ പെണ്ണാരാണ്? സിദ്ധ ചോദിച്ചത് കേട്ടരും രുദ്രൻ ഗൗരിയെ നോക്കി. രുദ്രൻ ഗൗരിയെ നോക്കിയെങ്കിലും ഗൗരി അവനെ മൈൻഡ് ചെയ്യാതെ നിന്നു. അവൾ ഒരിക്കൽ പോലും രുദ്രനെ നോക്കിയില്ല. ഗൗരി തന്നെ നോക്കാത്ത കണ്ട് രുദ്രന് ദേഷ്യം വന്നു. അവൾ വീട്ടിലെ വേലക്കാരി മാത്രമാണ്. രുദ്രൻ ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞത് ഒന്നും കഴിക്കാതെ അവിടെ എണീറ്റ് പോയി. ഗൗരി മിണ്ടാതെ നിന്നു. രുദ്രനോടൊന്നും എതിർത്ത് അവൾ പറഞ്ഞില്ല. രുദ്രൻ നോക്കുപോലും ചെയ്തില്ല. സിദ്ധാർത്ഥിന് രാകേഷും നന്നായി അറിയാമായിരുന്നു രുദ്രൻ ഒരിക്കലും ഒരു പെൺകുട്ടി അങ്ങനെ വീട്ടിൽ താമസിപ്പിക്കില്ലെന്ന്. രുദ്രൻ ഗൗരിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ സംശയിച്ചു. ഗൗരിയെ രാകേഷ് നന്നായി ബോധിച്ചു. അവന് ഗൗരിയെ സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നു. രുദ്രൻ അവൻ്റെ ഓഫീസ് റൂമിലാണ്. ഗൗരിയെ അവിടെ മുന്നിൽ വേലക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ രുദ്രന് വല്ലാത്ത വിഷമം തോന്നി. വൈകുന്നേരമായതും രുദ്രനെ ഡ്രിങ്ക്സ് കുടിക്കാൻ വിളിച്ചിരുന്നു. രുദ്ര ഉടനെ അതിന് സമ്മതിച്ചു. രുദ്രന്റെ പേഴ്സണൽ ബാറിലെത്തിയ ശേഷം അവർ 3 പേരും മദ്യപിക്കാൻ തുടങ്ങി. രാത്രിയായപ്പോഴേക്കും അവർ 3 പേരും നല്ല ഫിറ്റായി. എങ്ങനെയൊക്കെയോ അവർ 3 പേരും വീട്ടിൽ ചെന്നെത്തി. രുദ്രൻ നേരെ പോയത് ഗൗരിയുടെ മുറിയിലേക്കായിരുന്നു. രുദ്രൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു കൊടുത്തു. ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം രുദ്രൻ അവിടെ നിന്ന് പോയി. രാകേഷിന് ഉറക്കം വന്നില്ല. എല്ലാവരും ഉറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നവൻ. ഗൗരിയെ സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രമേ അവൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് വില കൊടുത്തും ഗൗരിയെ സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. രാകേഷ് തൊട്ടരികിൽ കിടക്കുന്ന സിദ്ധുവിനെ ഒന്ന് നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. രാകേഷ് റൂമിൽ നിന്നിറങ്ങി ഗൗരിയുടെ മുറി നോക്കി നടന്നു. ദേവി കിടക്കുന്നിടത്ത് ആയിരിക്കും ഗൗരി കിടക്കുന്നവൻ കരുതി. കുറച്ച് ദിവസത്തെ ലീവ് എടുത്ത് ദേവിക്ക് ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് രാകേഷിന് ഇത്തിരി സമാധാനം തോന്നി. അവൻ വീട് മൊത്തത്തിലൊന്ന് നോക്കി. ആ വീട് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവികയുടെ മുറി രാകേഷിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാകേഷ് ഗൗരിയുടെ മുറി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വേലക്കാരൻ രാകേഷിനെ തട്ടിയത്. അയ്യോ, ക്ഷമിക്കണം, ഞാൻ കണ്ടില്ല. സാധനത്തിലും വേണോ? വേലക്കാരൻ ചോദിച്ചതും രാകേഷ് കുറച്ചു നേരം ആലോചിച്ചു നിന്നു. ആ ചേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. ദാസേട്ടൻ ഉടനെ വെള്ളം കൊണ്ടുവന്ന് രാകേഷിന്റെ കയ്യിൽ കൊടുത്തു. ഇനിതിൽ വേണം സാറേ? വേണ്ട, ചേട്ടൻ്റെ അടുത്തിരിക്കുക, രാകേഷ് ദാസിനോട് പറഞ്ഞു. ദാസൻ മടിയോടെ രാകേഷിന്റെ അടുത്തിരുന്നു. ചേട്ടൻ ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലേ? ഇല്ല സാർ, ഞാൻ ഉറങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ദാഹിച്ചു. വെള്ളം കുടിച്ച് മുറിയിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് സാറിനെ കണ്ടത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ മുറി ഈ ഭാഗത്താണോ? രാകേഷ് ചോദിച്ചു. അതെ സാർ, എല്ലാ വേലക്കാരും ഈ മുറിയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ അധികം സ്ത്രീകളില്ലല്ലോ ജോലി ചെയ്യാൻ. അതെ, ദേവിക ചേച്ചി രുദ്രൻകുഞ്ഞ് ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. ഇവിടെ പുതുതായി 4 സ്ത്രീകളെ രുദ്രൻകുഞ്ഞ് ജോലിക്ക് വെച്ചിട്ടുണ്ട്, ദാസൻ രാകേഷിനോട് പറഞ്ഞു. ഓക്കെ, ആ പെൺകുട്ടി അവളെന്താണ് ഇവിടെ ചെയ്യുന്നത്? അവളെ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ? ആ പെൺകുട്ടി ഒരു ജോലിയും ചെയ്യുന്നില്ല സാർ. ഞാനവളെ വല്ലപ്പോഴും മാത്രമേ അടുക്കളയിൽ കാണാറുള്ളൂ. ഒരു പക്ഷേ രുദ്ര ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു, അതായിരിക്കോ അവളൊരു പണിയും ചെയ്യിപ്പിക്കാത്തത്. ആ പെൺകുട്ടി എവിടെയാണ് കിടക്കുന്നത് ഏട്ടനറിയാവോ? അവള് മുകളിലെ മുറിയിലാണ് കിടക്കുന്നത് തോന്നുന്നു. ദാസൻ പറഞ്ഞു കേട്ട് രാകേഷിന്റെ കണ്ണുകൾ വിടർന്നു. ശരി, ചേട്ടൻ പോയി കിടന്നോ, ഞാനും പോയി ഉറങ്ങട്ടെ. രാകേഷ് സോഫയിൽ നിന്നും എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കി. ഞാൻ വരുന്നു മോളെ. അത്രയും പറഞ്ഞുകൊണ്ട് രാകേഷ് സ്റ്റെയർ കയറാൻ തുടങ്ങി. പല മുറികളും തിരിഞ്ഞിട്ടും ഗൗരിയുടെ മുറി രാകേഷിനെ കണ്ടെത്താനായില്ല. ഇവളുടെ മുറി ഏതാ? ഇന്ന് നീ രക്ഷപ്പെട്ടു, പക്ഷെ നാളെ ഞാൻ നീ കിടക്കുന്ന മുറി കണ്ടുപിടിച്ചിരിക്കും.
അതും പറഞ്ഞുകൊണ്ട് രാകേഷ് മറ്റൊരു മുറിയുടെ വാതിൽ തുറന്നു. ആ മുറിയിൽ വെളിച്ചം കുറവായിരുന്നു. പക്ഷെ ജനലിലൂടെ അടിക്കുന്ന ചന്ദ്രന്റെ വെളിച്ചം അവളുടെ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. നീ കിടക്കുന്നത് ഈ മുറിയിലായിരുന്നു. ഞാൻ എവിടേക്ക് തിരഞ്ഞു? രാകേഷ് പതുക്കെ വാതിലടച്ചു ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി. അവൻ വശ്യതയോടെ അവളെ മൊത്തത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് ഗൗരിയുടെ അടുത്ത് കിടന്നു. ഗൗരിയുടെ അടുത്ത് ആരുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ പേടിച്ചു. പെട്ടെന്ന് അവളെ ലീറ്റ് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ രാകേഷ് അവളുടെ വായിൽ കൈവച്ചു. മിണ്ടാതിരിക്കൂ, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നീ പേടിക്കാതെ. നീ ഇന്നത്തെ രാത്രി ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. നിനക്ക് വേണമെങ്കിൽ ഞാൻ കൂടുതൽ പണം തരാം. രാകേഷിന്റെ വായിൽ ഗൗരി അമർത്തി കടിച്ചു. രാകേഷിന് കൈ നന്നായി വേദനിച്ചിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഗൗരിയുടെ വായ രാകേഷ് വീണ്ടും അടച്ചു. രുദ്രന്റെ മുറി ഗൗരിയുടെ മുറിയുടെ തൊട്ടടുത്തായിരുന്നു. അവനിതുവരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ബാൽക്കനിൽ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഗൗരി ഉറക്കെ നിലവിളിച്ചതിനാൽ അവളുടെ ശബ്ദം വ്യക്തമായി രുദ്രൻ കേട്ടിരുന്നു. ഗൗരിയുടെ നിലവിളി കേട്ടതും രുദ്രന്റെ ഹൃദയം അസ്വസ്ഥമായി. രുദ്രൻ വേഗം അവന്റെ മുറിയിൽ നിന്നും ഇറങ്ങി ഗൗരിയുടെ മുറിയിലേക്ക് ചെന്നു. രുദ്രൻ ഗൗരിയുടെ മുറിയുടെ വാതിൽ തുറന്നകത്ത് കയറി. രുദ്രൻ പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. മുന്നിൽ കണ്ട കാഴ്ച കണ്ടവൻ ഞെട്ടി. രാകേഷ് ഗൗരിയെ കയറി പിടിക്കുന്നതാണ് രുദ്രൻ കണ്ടത്. ആരോ മുറിയിൽ കയറിയത് രാകേഷിന് മനസ്സിലായി. രുദ്രനെ ഗൗരിയുടെ മുറിയിൽ കണ്ടത് രാകേഷ് നെട്ടി. രുദ്രനെ അവിടെ കണ്ടത് ഗൗരിക്ക് ആശ്വാസം തോന്നി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ടുകൂടി. ഈ കാഴ്ച കണ്ടപ്പോൾ രുദ്രൻ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവനൊരു കൈകൊണ്ട് രാകേഷിനെ ഉയർത്തി നിലത്തേക്ക് എറിഞ്ഞു. രാകേഷിന് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ രുദ്രൻ അവനെ വീണ്ടും നിലത്ത് നിന്ന് ഉയർത്തി അവന്റെ മുഖത്ത് ശക്തമായി ഇടിച്ചു. രുദ്രൻ അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ രാകേഷിനെ അടിച്ചുകൊണ്ടിരുന്നു. ഗൗരിയുടെ നിർത്താതെ കരച്ചിൽ കൂടി കേട്ടതും രുദ്രന് രാകേഷിനെ കൊല്ലാൻ തോന്നി. രാകേഷിന്റെ ശരീരം മുഴുവൻ ചോര പൊടിഞ്ഞു. രുദ്രൻ, നീ പെൺകുട്ടിക്ക് വേണ്ടിയാണ് നീ എന്നെ അടിക്കുന്നത്. ഇവള് നിനക്കൊരു കളിപ്പാട്ടം മാത്രമാണ്. നിന്നെപ്പോലെ ഞാൻ ഇവളോടൊപ്പം കളിക്കട്ടെ. രാകേഷ് പറഞ്ഞു കേട്ട് രുദ്രന്റെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിച്ചു. അവൻ രാകേഷിന്റെ കോളിൽ പിടിച്ചു മുഖത്ത് തുടർച്ച ഇടിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ ഒരു കളിപ്പാട്ടമല്ല, മനസ്സിലായോ? ഗൗരിയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വേലക്കാരെ കൊണ്ട് വിളിച്ചതും. സ്ത്രീകൾ ഇവിടേക്ക് ജോലിക്ക് വരുന്ന പോലും എനിക്കിഷ്ടമല്ല. എന്നിട്ടും ഞാൻ ഗൗരിക്ക് വേണ്ടി മാത്രം അവരിവിടേക്ക് പണിക്ക് വിളിച്ചു. ദേവിക എനിക്ക് ഇനി എത്രയെന്ന് വെച്ചാ ജോലി ചെയ്യാൻ കഴിയുക. രുദ്രൻ ആ സമയം മനസ്സിലോർത്തു. രുദ്രന്റെ അടിയേറ്റ് രാകേഷ് അബോധാവസ്ഥയിലായി. ദേഷ്യം നിറഞ്ഞ മുഖത്തോടു കൂടി രുദ്രൻ രാകേഷിനെ നോക്കി. എന്നിട്ട് കയ്യിലെ വാഷിന്റെ ബട്ടൺ അമർത്തി. അല്പസമയത്തിനുള്ള അങ്ങോട്ടേക്ക് 10-15 ബോഡി ഗാർഡ്സ് ഗൗരിയുടെ മുറിയിലേക്ക് വന്നു. രുദ്രൻ ഗൗരിയെ നോക്കി അവന്റെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഇത്തവണ ഗൗരി ഒന്നും ആലോചിക്കാതെ രുദ്രന്റെ അടുത്തേക്ക് ചെന്നു. ഗൗരി, താൻ ഓക്കെ അല്ലേ? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. രുദ്രന്റെ കണ്ണുകൾ പെട്ടെന്ന് ഗൗരിയുടെ കവിളിലേക്ക് പോയി. ഗൗരിയുടെ കവിളിൽ വിരലടയങ്ങൾ കണ്ടു. രുദ്രൻ ഗൗരിയുടെ കവിളിൽ പതിയെ തൊട്ടു. രുദ്രൻ നിലത്ത് കിടക്കുന്ന രാകേഷ് നോക്കി. അവന്റെ അടുത്തേക്ക് ചെന്ന് എണീപ്പിച്ചിട്ട് രുദ്രന്റെ മുഖത്ത് രാകേഷുള്ള വെറുപ്പ് വ്യക്തമായി കാണാമായിരുന്നു. രുദ്രന്റെ മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവൻ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. ഗൗരിയുടെ മുഖം നന്നായി ചുവന്നിരുന്നു. രുദ്രൻ രാകേഷിനെ കൂർപ്പിച്ചൊന്ന് നോക്കിയ ശേഷം ഒന്നും പറയാതെ ഗൗരിയെ കോരിയെടുത്ത് അവന് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബോഡി ഗാർഡ്സ്, യെസ് ബോസ്, തീർത്തേക്ക്. ഓക്കെ ബോസ്. രുദ്രൻ അവിടെ നിന്ന് പോയതും രാകേഷിന്റെ ശരീരത്തിൽ വെടിയുണ്ടകൾ തറഞ്ഞു കയറി. വെടിയൊച്ചകൾ കേട്ടതും ഗൗരി പേടിയോടെ രുദ്രനെ മുറുകെ പിടിച്ചു. വെടിയൊച്ചകൾ അവസാനിച്ചതിന് ശേഷം ഗൗരി പതുക്കെ കഴുത്ത് തിരിച്ചപ്പോൾ തറകൾ മുഴുവൻ രാകേഷിന്റെ രക്തക്കറയായിരുന്നു. രക്തക്കറ കണ്ടതും ഗൗരി പേടിയോടെ രുദ്രൻ നെഞ്ചിൽ അവളുടെ മുഖം പൂഴ്ത്തി. പേടിച്ച ഗൗരി. സിദ്ധു എണീറ്റതും രാകേഷിനെ അവൻ ബെഡിൽ കണ്ടില്ല. സിദ്ധു ഇതിന് പുറത്തേക്ക് വന്നു. ഗൗരിയുടെ മുകളിലെ മുറിയിൽ നിന്ന് വെളിച്ചം വരുന്ന കണ്ട് അവൻ അവിടേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് സിദ്ധു ഞെട്ടി. രുദ്രനെ കെട്ടിപ്പിടിച്ച് കരന്ന് സിദ്ധു കണ്ടപ്പോൾ സിദ്ധുവിന് ഏകദേശം കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നു. സിദ്ധുവിന് രാകേഷിന്റെ സ്വഭാവം തന്നെ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാകേഷ് മരിച്ചാൽ അവന് സങ്കടമോ കുറ്റബോധമോ തോന്നിയിരുന്നില്ല. സിദ്ധു ഒരു നെടുവീർപ്പോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പോകുന്നതിന് മുമ്പ് സിദ്ധു രുദ്രനെ നോക്കി. രുദ്രൻ അപ്പോഴും ദേഷ്യത്തോടെയും വെറുപ്പോടെയും രാകേഷിനെ നോക്കുകയായിരുന്നു. ഏട്ടാ, സിദ്ധു പോയി ഉറങ്ങാൻ നോക്ക്. രുദ്രൻ ഗൗരിയെ അവൽ നിന്ന് അകറ്റി നിർത്തി കൈകളിലെടുത്തു. ഇത്തവണ ഗൗരി അവനോടൊന്നും പറഞ്ഞില്ല. രുദ്രൻ ഗൗരിയെ നേരെ അവന്റെ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. അവൻ ഗൗരിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ഗൗരി, നീ ഒന്ന് കുളിക്ക്, ഞാൻ നിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരാം.
രുദ്രൻ ഗൗരിയെ ബാത്റൂമിൽ നിർത്തി അവളുടെ ഡ്രസ്സുകൾ എടുക്കാൻ പോയി. അല്പസമയത്തിന് രുദ്രൻ ഗൗരിയുടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. ഗൗരി അപ്പോഴും ഒരു പ്രതിമ പോലെ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. ഗൗരി, നീ വേഗം കുളിച്ചിട്ട് വാ. രുദ്ര, പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. ഇല്ല, ഞാൻ മുറിയിൽ തന്നെ ഉണ്ടാകും, നീ കുളിച്ചിട്ട് വാ. രുദ്രൻ ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് വന്നു. ഗൗരി വേഗം അവളിട്ട ഡ്രസ്സ് അയച്ചു മാറ്റി ഷവറടയിൽ നിന്നു. അപ്പോഴും ഇടതടവില്ലാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. കുളി കഴിഞ്ഞ് ഗൗരി പുറത്തിറങ്ങിയപ്പോൾ രുദ്രൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്ന് ഗൗരിയുടെ നിലവിളി കേട്ടതും രുദ്രൻ ഷോർട്സ് ഇല്ലാതെ ഭയന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഗൗരി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഉറക്കി കയറുന്നതാണ് രുദ്രൻ കണ്ടത്. രുദ്രൻ വേഗം ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കണ്ണാടിയിൽ നിന്ന് മാറ്റി നിർത്തി അവനോട് അടുപ്പിച്ച് പിടിച്ചു. എന്തിനെ കരയുന്ന ഗൗരി? ഗൗരി കരയുന്നത് കണ്ടതും രുദ്രൻ വിഷമമായി. അവന് നെഞ്ചിൽ ആരോ കത്തി കുത്തിയിറക്കിയ വേദന പോലെ. ഗൗരി രുദ്രൻ ചോദിച്ച മറുപടി കൊടുക്കാതെ അവൻ ഇറക്കി കെട്ടിപ്പിടിച്ചു. ഗൗരി നന്നായി പേടിച്ചിരുന്നു എന്ന് രുദ്രന് മനസ്സിലായിരുന്നു. രുദ്രനും ഗൗരി അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ച് പിടിച്ചിരുന്നു. രുദ്രൻ ഗൗരിയെ എടുത്ത് അവന്റെ കിടക്കയിൽ അവൻ അവളെ പതുക്കി കിടത്തി. ഗൗരി അപ്പോൾ രുദ്രനെ വിടാതെ മുറുകെ പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രുദ്രന് ഗൗരിയുടെ അടുത്ത് കിടക്കേണ്ടി വന്നു. ഗൗരി ഉറങ്ങുന്നത് വരെ രുദ്രൻ അവളെ അവനോട് ചേർത്ത് കിടത്തിക്കൊണ്ട് അവളുടെ മേലെ തട്ടിക്കൊടുത്തു. അപ്പോൾ അവന്റെ മനസ്സിൽ അവളോട് പ്രണയമായിരുന്നില്ല, വാത്സല്യമായിരുന്നു. ഒരു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം. ഗൗരിയുടെ കവിളിൽ രാകേഷ് തല്ലിയ പാടുകൾ ഇപ്പോഴും മായാതെ ഉണ്ടായിരുന്നു. രുദ്രൻ സ്നേഹത്തോടെ അവളുടെ കവിളിൽ കൈവച്ചു പറഞ്ഞു, നിന്നെ തൊടാൻ ആർക്കും അവകാശമില്ല ഗൗരി. ആരെങ്കിലും നിന്നെ തല്ലാൻ നോക്കിയ രാകേഷിനേക്കാളും പരിതാപകരമായിരിക്കും. സമയം രാവിലെ 10 മണി. ഇതുവരെയായിട്ടും ഗൗരി രുദ്രൻ എണീറ്റിട്ടില്ലായിരുന്നു. സൂര്യപ്രകാശം മുഖത്തേക്ക് തട്ടിയപ്പോഴാണ് ഗൗരി കണ്ണ് തുറന്നത്. പതുക്കെ ഗൗരി കണ്ണ് തുറന്നപ്പോൾ അവൾ ആദ്യം കണ്ട രുദ്രന്റെ മുഖമാണ്. രുദ്രൻ ഷർട്ടിട്ടിട്ടില്ലായിരുന്നു. ഞാനെങ്ങനെ ഇയാളുടെ മുറിയിൽ? അവൾ രുദ്രനെ ശക്തിയായി തന്നെ താഴേക്ക് തള്ളി. രുദ്രൻ നല്ല ഉറക്കമായിരുന്നു. താഴേക്ക് വീണ രുദ്രൻ ദേഷ്യത്തോടെ എണീറ്റ് ഗൗരിയെ നോക്കി.